ജേനി പറഞ്ഞത് പ്രകാരം കോളേജിന്റെ അടുത്തുള്ള പഴയ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുന്നിലേക്ക് പോലീസ് ജീപ്പ് വന്നപ്പോൾ വൈശാഖിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി. വൈശാഖ് ഓടുന്നതിന് മുമ്പ് നിലത്ത് കിടന്ന കമ്പെടുത്ത് ജെനി അവനെ എറിഞ്ഞു. കാലി കമ്പ് തടഞ്ഞ് അവൻ വീണു. എന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാനിങ്ങ് എത്തിക്കാം, ചിരിയോട് ജെനി പറഞ്ഞപ്പോ എസ് ഐ അവൾക്ക് തംസപ്പ് കാണിച്ചു. അവരെ നോക്കി ചിരിച്ച് ജെനി വീണ് കിടക്കുന്ന വൈശാഖിന്റെ അടുത്തേക്ക് പോയി. സാറേ, ഇതൊക്കെ തെറ്റല്ലേ? നിയമം? പി സി എസ് ഐയോട് ചോദിച്ചു. എന്ത് തെറ്റ് പി സി? നമ്മളൊക്കെ യുവമാരെ പിടിച്ച് ജയിലിലിട്ട സർക്കാർ ഫുഡും കഴിച്ച് ഇവരൊക്കെ ശീമപ്പന്നി പോലെ തടിച്ചു കൊടുക്കും എന്നല്ലാതെ ഒരു കുറ്റബോധവും തോന്നില്ല. പിന്നെ ഇവനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നതാണ്. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത പന്നി. സ്വന്തം കൂട്ടുകാരെ ഉപദ്രവിച്ചതിന് മറ്റൊരു കൂട്ടുകാരി നൽകുന്ന ശിക്ഷ അത്രേ ഉള്ളൂ, എസ് ഐ പി സിയോട് പറഞ്ഞു നിർത്തി. നിലത്ത് വീണ വൈശാഖ് എണീറ്റപ്പോൾ മുന്നിൽ ജെനിയെ കണ്ട് ആദ്യം ഒന്ന് പകച്ചെങ്കിലും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആരിത്, ജനനിയോ? അവൻ പുച്ഛത്തോടെ അവളെ നോക്കി. ജെനി തിരിച്ചും പുച്ഛത്തോടെ കൈകൾ കെട്ടിനിന്ന് അവനെ നോക്കി. എന്താടി നിനക്ക് പുച്ഛം? നീ എന്നെ തേടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്റെ കൂട്ടുകാരി. അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ അവളുടെ കാലുകൾ അവന്റെ മർമ്മത്തിൽ പതിഞ്ഞതുകൊണ്ട് അവൻ പിന്നോട്ടാഞ്ഞ് തറയിലേക്ക് വീണു. വേദന കൊണ്ട് ഞെരങ്ങി അവന്റെ അടുക്ക ചെന്ന് ജെനി മുട്ടുകുത്തിയിരുന്ന് അവന്റെ കോളറി പിടിച്ചു. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ അഞ്ജുവിന്റെ മേൽ നീ കൈവച്ചപ്പോൾ എന്തുകൊണ്ട് നീ ഓർത്തില്ല? നീ കാണും പോലെ വെറും വീറ പെണ്ണല്ല ജനനിയെന്ന്. എന്തുകൊണ്ട് നീ ഓർത്തില്ല? നീ ഇന്ന് തൊട്ടത് എന്റെ ജീവനെയാണ്, എന്റെ കൂടപ്പിറപ്പിന്. നിന്നെ ഞാൻ വെറുതെ വിടാനോ? താറയിൽ കിടക്കുന്ന അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ജെനി അവന്റെ മൂക്കിലേക്ക് പഞ്ച് ചെയ്തു. വേദന കൊണ്ടവൻ മുഖം മറച്ചു പിടിച്ചപ്പോൾ ജെനി അവന്റെ മുഖത്ത് നിന്ന് അവന്റെ കൈയെടുത്ത് തിരിച്ചു. എന്റെ അഞ്ജുവിനെ തൊട്ട നിന്റെ ഈ കൈ ഇനി ഉയരരുത്, പാടില്ല. അഞ്ജുവിന്റെ നേർക്കെന്നല്ല, ഒരു പെണ്ണിന്റെയും നേർക്ക്. അവൾ തിരിച്ചു പിടിച്ച അവന്റെ കൈയിലേക്ക് അവിടെ കിടന്ന തടിക്കഷ്ണം എടുത്തവൾ ആഞ്ഞടിച്ചു. അവന്റെ അലറിയുള്ള കരച്ചിൽ അവിടെ മാകെ മുഴങ്ങി. സാർ, അവൾ അവനെ കൊല്ലുമോ? ചാവുന്നെങ്കിൽ ചാവട്ടെടോ, അല്ലെങ്കിൽ ഇവനൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. അകത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ എസ് ഐ പറഞ്ഞു. നിനക്കവളെ ചുംബിക്കണോ അല്ലേ? നിന്റെ ഈ ചുണ്ടുകൊണ്ടല്ലേ അവളെ നീ? ജെനി അവനെ പിടിച്ചെഴുന്നേപ്പിച്ച് അവന്റെ മുഖം പിടിച്ച് ചുമരിൽ ഉരസി. മുഖമാകെ മുറിഞ്ഞ് പൊട്ടി രക്തം പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ അവളെ തള്ളി മാറ്റി. അവന്റെ തള്ളന്റെ ശക്തി അവൾ വീണു. അവളുടെ നെറ്റിയിൽ ചുമരിലിടിച്ച് മുറിവ് പറ്റി. മുറിവിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തം കൈകൊണ്ട് തുടച്ച് വേദന കൊണ്ട് അലർന്ന അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ വയറിലേക്ക് മുട്ടുകാൽ കൊണ്ട് തൊഴിച്ചു. വൈശാഖ് ചുമരിലൂടെ ഊർന്ന് താഴേക്ക് വീണു. കാലി തീരാതെ ജെനി വീണ്ടും വീണ്ടും അവനെ തല്ലിക്കൊണ്ടിരുന്നു. അവളുടെ തല്ലുകൊണ്ട് അവശനായ അവനെ അവൾ തറയിലൂടെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് എസ് ഐയുടെ മുന്നിലേക്ക് ഇട്ടു. വൈശാഖിന്റെ കോലം കണ്ട എസ് ഐയും പി സിയും ജെനിയെ അന്തം വിട്ട് നോക്കി. പൊന്നു മോളെ, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഇവൻ ഇനി ആരെയും തുടരുത്. അടികൊണ്ട് അവശനായി കിടക്കുന്ന അവനെ നോക്കി ജെനി പറഞ്ഞു. ഇനി ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അവനെ പിടിച്ചു പൊക്കിക്കൊണ്ട് എസ് ഐ പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ, ഇനി സാറിന്റെ കയ്യിലാണ് എല്ലാം. മുറിവ് ഡ്രസ് ചെയ്തിട്ട് പോണേ. ഇവന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ നോക്കിക്കോളാം. എസ് ഐ പറഞ്ഞപ്പോ ജെനി നന്ദിയോടെ അയാളെ നോക്കി. അവരോട് പറഞ്ഞ് ജെനി അവിടെ നിന്നും പോയി. പി സി, ഇവിടെ നടന്നോന്ന് ഞാനും നീയും കണ്ടിട്ടില്ല. ദോ ആ പോകുന്ന ജെനിയെ. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇവനെ നാട്ടുകാരെല്ലാം കൂടി തല്ലി, അത്രേ ഉള്ളൂ, കേട്ടല്ലോ. എസ് ഐ പി സിയോട് പറഞ്ഞു. എസ് സാർ, തൂക്കിയെടുത്ത് ജീപ്പിലിടടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിലേക്ക് പോവാം. വൈശാഖിനെ നോക്കി എസ് ഐ പറഞ്ഞു. പി സി അവനെ പൊക്കി ജീപ്പിലേക്ക് ഇട്ടു. അവനെയും കൊണ്ട് അവരുടെ വണ്ടി മുന്നോട്ട് പോയി. ജെനി അടുത്തുള്ള കടയിൽ കയറി കുപ്പിവെള്ളം വാങ്ങി നന്നായി മുഖം കഴുകി. ഒരു ബാൻഡേജ് വാങ്ങി നെറ്റിയിലെ മുറിവിൽ ഒട്ടിച്ചു. കയ്യിൽ കരുതിയ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. മുറിവ് പെട്ടെന്ന് കാണാത്ത വിധം. ഓട്ടോ എടുത്ത് അവൾ വീട്ടിലേക്ക് പോയി. നീ എന്താ ജെനി ഇവരുടെ കൂടെ വരാതെ ഓട്ടോയിൽ വന്നത്? വീട്ടിലേക്ക് വന്ന ജെനിയോട് കൂട്ടുകാരെ ചൂണ്ടി മഹി ചോദിച്ചു. ജെനി ചുറ്റും കണ്ണോടിച്ചു. അച്ചുവിന്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട്. അച്ചു അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ ജെനി നീ? ജെനിയുടെ മറുപടി കിട്ടാതായപ്പോ വസു അവളോട് ചോദിച്ചു. എനിക്ക് വേറെ ആവശ്യമുണ്ടായിരുന്നു. ആരെയും നോക്കാതെ അവൾ പറഞ്ഞു മുകളിലേക്ക് കയറാൻ തുനിഞ്ഞു. ഒന്നവിടെ നിന്നേ. വസു അവളെ വിളിച്ചപ്പോ അവൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി അമ്മയെ നോക്കി. നിന്റെ ഡ്രസ്സിലൊക്കെ എന്താ മണ്ണും പൊടി? അടി ഉണ്ടാക്കിയോ നീ? ദേഷ്യത്തോടെ വസു അവളോട് ചോദിച്ചു. അടി ഉണ്ടാക്കിയ മാത്രമാണോ ദേഹത്ത് മണ്ണ് പറ്റുന്നത്? അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ അമ്മയ്ക്ക് സന്തോഷമാവെങ്കിൽ കേട്ടോ, ഞാൻ അടി ഉണ്ടാക്കി. വൈശാഖിനോടുള്ള ദേഷ്യം ജെനി തീർത്തത് അമ്മയോടാണ്. ജെനി, അമ്മയോടാണ് നീ. ജാനി അവളെ വിളിച്ചു. അല്ലെങ്കിലേ ചിലർ കാരണം സ്വസ്ഥതയില്ല. എന്റെ മൂഡ് ശരിയല്ല, വെറുതെ വിടമ്മ പ്ലീസ്, ഞാൻ വല്ലതും പറഞ്ഞു പോകും. ജെനി വസുവിനോട് പറഞ്ഞു. കാര്യം മനസ്സിലാവാതെ അവരെല്ലാം പകപ്പോടെ ജെനിയെ നോക്കി. എന്താ ജെനി നിനക്ക്? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. മഹി അവളോട് ചോദിച്ചപ്പോ ജെനി മറുപടിയൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ജെനിയുടെ ഫോൺ റിംഗ് ചെയ്തു. സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആയിരുന്നു. ഹലോ സാർ. മതി, അവൻ ഇനി അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങരുത്. കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഞ്ജുവിനെ തൊട്ട് അവനെ ജീവനോടെ കത്തിക്കാനാണ് എനിക്ക് തോന്നിയത്. ഞാൻ വരുന്നുണ്ട് അവനെ കാണാൻ.
ആ ഓക്കെ. ജെനി ഫോൺ വെച്ചപ്പോഴാണ് ചുറ്റുമുള്ളവരുടെ കാര്യം ഓർത്തത്. എല്ലാവരും അവളെ തന്നെ സംശയത്തോടെ നോക്കുകയായിരുന്നു. ഫോൺ സംഭാഷണത്തിന്റെ ഇടയ്ക്ക് അഞ്ജുവിന്റെ പേര് വന്നതുകൊണ്ട് അഞ്ജു, എബിയും പാച്ചു ഞെട്ടി അവളെ നോക്കുന്നുണ്ട്. എന്താ ജെനി? ആരാ? എന്താ കാര്യം? പറയുന്നുണ്ടോ നീ? മഹി ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. ഞാൻ മുമ്പ് അടിച്ചൊതുക്കിയ വൈശാഖിനെ പോലീസ് പിടിച്ചു എന്ന് പറയാൻ വിളിച്ചതാണ്. പാച്ചു, എബിയും അഞ്ജു അവളെ പകച്ചുകൊണ്ട് നോക്കി. അതിന് അഞ്ജുവിന്റെ പേര് പറഞ്ഞതോ? ഇന്ന് വൈകിട്ട് കോളേജ് ലൈബ്രറിയിൽ വെച്ച് ഈ നിൽക്കുന്ന അഞ്ജുവിനെ ഉപദ്രവിച്ച അവനെ ഞാനാണ് പോലീസിനെ ഏൽപ്പിച്ചത്. എന്റെ കൂട്ടുകാരെ ഉപദ്രവിച്ച അവനെ നല്ലവണ്ണം സ്നേഹിച്ചിട്ടാണ് ഞാൻ പോലീസിനെ ഏൽപ്പിച്ചത്. അതാണ് ഞാൻ ഇവിടെ കൂടെ വരാഞ്ഞത്. ഈ മണ്ണും പൊടിയും ആയതോ അതാണ്. ജെനി എല്ലാവരെയും നോക്കി തൊപ്പിയൂരി. ഇതും നെറ്റിയിലെ മുറിവ് കാണിച്ച് അവൾ പറഞ്ഞു. ജെനി ആരുടെയും വാക്കുകൾക്ക് കാതോർക്കാതെ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറി തുടങ്ങി. ജെനി. പുറകിൽ നിന്നും പാച്ചു അവളെ വിളിച്ചു. ജനനി, അതാണ് എന്റെ പേര്. പാർത്തൻ അങ്ങനെ വിളിക്കാം. തിരിഞ്ഞു നോക്കാതെ ജെനി അവരോട് പറഞ്ഞു. ബാക്കി എല്ലാവരും കണ്ണു തള്ളി നിന്നപ്പോ അഞ്ജു, എബിയും പാച്ചു വലിയ ഞെട്ടലൊന്നും ഇല്ലാതെ നിൽക്കുന്നു. അഞ്ജു, നിന്നെ അവ ഉപദ്രവിച്ചോ? അഞ്ജുവിനെ ചേർത്ത് പിടിച്ചു മഹി ചോദിച്ചു. അഞ്ജു ഒന്നും മിണ്ടാതെ തലയാട്ടുക മാത്രം ചെയ്തു. ഞങ്ങൾ അവളുടെ പ്രതികരണം പേടിച്ച് അവളോട് പറഞ്ഞിരുന്നില്ല അച്ഛേ. പിന്നെ ഇവളെങ്ങനെ അറിഞ്ഞു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പാച്ചു മഹിയോട് പറഞ്ഞു. ചെല്ലിൽ ആ പുലിമടയിലേക്ക് തന്നെ ചെന്ന് ഈ ചോദ്യം ചോദിക്കും. പോവാല്ലേ? പെട്ടെന്നായിക്കോട്ടെ. എന്നിട്ട് കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് ഇങ്ങ് പോന്നേക്ക്. ജയ് മകിഴ്മതി. പോയിട്ട് വരാം. വാടാ. പാച്ചു, അഞ്ജു, എബിയും എല്ലാവരെയും ഒന്ന് നോക്കി ജെനിയുടെ പുലിമടയിലേക്ക് പോയി. അവര് ചെല്ലുമ്പോൾ ജെനി ബാൽക്കണിയിലായിരുന്നു. അഞ്ജു അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു നിന്നു. എബിയും പാച്ചു അവളുടെ ഇരുവശത്തും. എന്നു മുതലാ ഞാൻ നിങ്ങൾക്ക് അന്യായത്? അവരെ നോക്കാതെ ജെനി ചോദിച്ചു. ജെനി. 3 പേരും ഒരുപോലെ അവളെ വിളിച്ചു. അതുകൊണ്ടല്ലേ അവ ഇവളെ ഉപദ്രവിച്ച് എന്നോട് പറയാതിരുന്നത്? അല്ല ജെനി, നിന്റെ പ്രതികരണം ഓർത്തു. ഇവളെ അവ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ വിനയനെ തീർത്തപ്പോലെ നീ ഇവനെയും. പാച്ചു മുഴുവനാക്കാതെ അവളെ നോക്കി. അവനെ ജീവനോടെ കത്തിക്കാനാണ് എനിക്ക് തോന്നിയത്. അവന്റെ അമ്മ, ആ അമ്മയെ ഓർത്തതുകൊണ്ട് മാത്രം അവനെ കൊല്ലാതെ വിട്ടത്. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ജെനി പറഞ്ഞപ്പോ 3 പേര് അവളെ ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു. അല്ല, നീ എങ്ങനെയാ അറിഞ്ഞേ? പാച്ചു അവന്റെ സംശയം പെട്ടെന്ന് ചോദിച്ചു. നിങ്ങൾ സംസാരിക്കുമ്പോ പുറകെ ഞാനുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങൾ ഇവളെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നില്ലേ? ഓയ്യാ, ഞാൻ ഓർക്കുന്നു. പാച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടപ്പോ 3 പേരും ചിരിച്ചു. ജെനി വാ. താഴെ നിന്നും ജാനി അവളെ വിളിച്ചു. ആ വരുന്നു. ജെനി വിളിച്ചും പറഞ്ഞു. നിങ്ങൾ ചെല്ല്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. കൂട്ടുകാരോട് പറഞ്ഞ് ജെനി ഫ്രഷ് ആവാൻ കയറി. അവരും 3 പേരും താഴേക്കും പോയി. വാ, വന്നിരിക്കെ. ഫ്രഷായി വന്ന അവളെ മഹി അയാളുടെ അടുത്തിരുത്തി. ചന്ദ്രന്റെ അടുത്ത് അച്ചു ഇരിക്കുന്നുണ്ട്. കല്യാണക്കാര്യം പറയാനാണെന്ന് ജെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ 2 പേരുടെയും ജാതകം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. നിശ്ചയം ആദ്യം നടത്തുന്നില്ല. താലികെട്ടിന്റെ അന്ന് മോതിരം മാറാം. എന്ത് പറയുന്നു? ചന്ദ്രൻ ജെനിയോടും അച്ചുവിനോടും ചോദിച്ചു. 2 പേര് നല്ല കുഞ്ഞാടുകളെ പോലെ തലയാട്ടി. കല്യാണം പെട്ടെന്നുണ്ടാവോ? അച്ചു പെട്ടെന്ന് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും അവനെ ഇരുത്തി നോക്കി. അച്ചു പിന്നെ മാസ്റ്റർ പീസ് ഇളിയു വിളിച്ചു. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൂടുന്നതുകൊണ്ട് കല്യാണം വൈകിപ്പിക്കുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് നല്ലൊരു ദിവസം ജോൺസൺ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവസങ്ങളില്ല, 2 ആഴ്ച കഴിഞ്ഞ കല്യാണം. മഹി അവരോട് പറഞ്ഞു. അച്ചുവും ജെനി പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി. കല്യാണത്തിന്റെ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ അച്ചുവും ജെനി പുറത്തേക്ക് ഇറങ്ങി ഗാർഡനിലെ ബെഞ്ചിലിരുന്നു. അച്ചുവിന്റെ ഇടത് കൈയിലൂടെ 2 കൈയും ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് തലചാച്ചാണ് ജെനി ഇരിക്കുന്നത്. അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച അവളുടെ വിരലുകളുമായി അവന്റെ വിരലുകൾ കോർത്തു പിടിച്ചിട്ടുണ്ട്. അവളുടെ നെറുകെ കവിൾ ചേർത്ത് അവനും ഇരുന്നു. അവരുടേതായ ലോകത്തായിരുന്നു 2 പേരും. 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ പിന്നെ നീ എന്റേത് മാത്രമാണ് പെണ്ണെ. അവളുടെ വിരലുകളിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇപ്പൊ അല്ലേ? ഇപ്പോഴും എപ്പോഴും നീ എന്റേത് മാത്രമാണ് ജെനി. 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായി ഞാൻ നിന്റേതും നീ എന്റേത് മാത്രമാവില്ലേ? പ്രണയാത്രമായി പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞപ്പോ അവളുടെ കവിളിണകൾ ചുവന്നു തൊടുത്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവന്റെ തോളിൽ നിന്ന് മുഖം ഉയർത്തി അവൾ അവനോട് ചോദിച്ചു. ചോദിക്കേ. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ? അച്ചു അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്ത് അവളുടെ വെള്ളാരം കണ്ണുകളിൽ ചുണ്ടിച്ചേർത്തു. അവൾ കണ്ണടച്ച് അവന്റെ ചുംബനം സ്വീകരിച്ചു. കണ്ടില്ലായിരുന്നെങ്കിൽ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ജെനി. എന്റെ പാതി നീ മാത്രമായതുകൊണ്ടാണ് നിന്നെ ഈശ്വരൻ എന്റെ മുന്നിൽ എത്തിച്ചതും വഴക്കിട്ട് നമ്മൾ സ്നേഹിച്ചതും. നീ എന്റെ അടുക്കലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കാത്തിരിക്കുമായിരുന്നു നിനക്ക് വേണ്ടി. നീ വരുവോളം നിന്നിലലിയെ മാത്രമായി. നിറഞ്ഞ പ്രണയത്തോടെ അവൻ പറഞ്ഞപ്പോൾ ജെനിയുടെ കൈകൾ അവന്റെ മുഖം പൊതിഞ്ഞു പിടിച്ചു. അവളുടെ അതരങ്ങൾ അവന്റെ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ അവന്റെ കൈകൾ അവളുടെ മുഖത്തിലൂടെ ഊർന്ന് അവളുടെ പിൻകഴുത്തിലൂടെ തഴുകി അവളുടെ ഇടുപ്പിൽ ചുറ്റി. അവന്റെ അതരങ്ങളിലേക്ക് അവളുടെ അതരങ്ങൾ അടുക്കുന്നതിനനുസരിച്ച് അവളുടെ ഇടുപ്പിലുള്ള അവന്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു. അതരങ്ങൾ തമ്മിൽ അടുത്തപ്പോൾ എന്തോ ഓർത്തപ്പോൾ ജെനി അകന്നു മാറി. അച്ഛൻ സംശയത്തോടെ അവളെ നോക്കി. എന്താടാ? റൂമല്ല, ഗാർഡനാണ്.
ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അച്ചുവും ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. പെട്ടെന്ന് അച്ചു അവളെ അവനിലേക്ക് വലിച്ചു ചേർത്ത് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഞെട്ടി ജെനിയുടെ കണ്ണു മിഴിഞ്ഞെങ്കിലും തൊട്ടടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളിൽ നിന്നും അകന്നു മാറി അവളെ ചേർത്ത് പിടിച്ചവൻ ഇരുന്നു. അവന്റെ അരയിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് തല ചായച്ച് അവനോട് ചേർന്ന് അവളും. ഡാ! ഒരു പാഷാണത്തിന്റെ ശബ്ദം കേട്ടപ്പോ അച്ചുവും ജെനി അകന്നു മാറി തിരിഞ്ഞു നോക്കി. പാഷാണം മനുവായിരുന്നു അത്. എന്തായിട്ടാ, പോവായോ? ഭാവവ്യത്യാസം ഇല്ലാതെ അച്ചു ചോദിച്ചു. നിനക്കൊക്കെ റൊമാൻസ് കളിക്കാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ലൈസൻസ് തന്നിട്ടില്ലേ? അതും പോരാഞ്ഞാണോ ഗാർഡനിങ്? ഏട്ടന് തീരെ അസൂയയില്ലല്ലോ? ചിരിച്ചുകൊണ്ട് ജെനി മനുവിനോട് ചോദിച്ചു. അസൂയപ്പെടാൻ മാത്രം നീയൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഞങ്ങൾ കുറച്ചു സമയം ഒരുമിച്ചിരുന്നതിനാണോ ഏട്ടൻ കയറ് പൊട്ടിക്കുന്നത്? ഇരിക്കേണ്ട. ഒരുമിച്ചിരുന്ന നിങ്ങൾക്ക് പലതും തോന്നും. കല്യാണം കഴിക്കുന്നത് വരെ നിങ്ങൾ തമ്മിൽ കാണരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? അച്ചുവും ജെനിയും ഒരുമിച്ച് ചോദിച്ചു. അഭിമന്യു രാമചന്ദ്രൻ. ഓ പിന്നെ, കല്യാണം ഉറപ്പിച്ചത് മുതൽ ഇവിടെ തന്നെ തപസിരുന്ന ഏട്ടൻ ഞങ്ങളോട് തമ്മിൽ കാണരുതെന്ന് അല്ലേ? മനു ഏട്ട ബിൽഡപ്പൊക്കെ വെറുതെയായി. എന്നാൽ ഞാനങ്ങോട്ട് ഇനി അവിടെ നിന്ന് ശശിയാവണ്ട എന്ന് കരുതിയിട്ടാവാം മനു എസ്കേപ്പി. മനു പോകുന്നത് നോക്കി അച്ചുവും ജെനിയും ചിരിച്ചു. ഏട്ടന്റെ ഒരു കാര്യം, പാവാണ് പെണ്ണെ എന്റെ ഏട്ടൻ. അതെനിക്ക് അറിയാലോ. അതുകൊണ്ടല്ലേ എന്റെ ചേച്ചി ധൈര്യമായി അങ്ങ് കൊടുത്തത്. ജെനി പറഞ്ഞപ്പോ അച്ചു ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹിക്ക് മനുവിന്റെ കോൾ വരുന്നത്. ആരാ മഹിയേട്ടാ? മനു ആണല്ലോ. എടുത്തു നോക്ക്. കല്യാണത്തെ പറ്റി വല്ലതും പറയാനാണെങ്കിലോ? മഹി കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു. മഹിയുടെ മുഖത്ത് നിറയുന്ന സന്തോഷം കണ്ടപ്പോൾ എന്തോ നല്ല കാര്യമാണെന്ന് വസുവിന് മനസ്സിലായി. മഹി ഫോൺ വെച്ച് വസുവിനെ നോക്കി. എന്താ മഹിയേട്ടാ, നല്ല സന്തോഷാണല്ലോ? ആണോ എന്നല്ല, ആണ് വസു. കാര്യം പറ, ഞാനും കൂടി സന്തോഷിക്കട്ടെ. എന്റെ ഭാര്യയെ നമ്മൾ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആകാൻ പോകുന്നു. സന്തോഷത്തോടെ മഹി പറഞ്ഞപ്പോ വസുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, താൻ കരയുകയാണോ? സന്തോഷം കൊണ്ടാണ്. മനു എന്താ പറഞ്ഞത്? അവരും നല്ല സന്തോഷത്തിലാണ്. നമുക്ക് പോവണ്ടേ അങ്ങോട്ട്? ആ, പോവണം. അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങണം. സന്തോഷത്തോടെ വസു പറഞ്ഞു. ജെനിയോട് പറയണ്ടേ? വേണ്ട, അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അവിടെ ചെന്നിട്ട് അവൾ അറിഞ്ഞാ മതി. അവളാവും നമ്മളെക്കാൾ സന്തോഷിക്കുക. ഉറപ്പല്ലേ? ഞാൻ അവളെ എണീപ്പിക്കട്ടെ. നമ്മൾ വരുന്നുണ്ടെന്ന് അവരോട് വിളിച്ചു പറഞ്ഞേക്ക്. ആ, താൻ പോയി ജെനിയെ വിളിക്കും. വസു ജെനിയെ വിളിക്കാൻ അവളുടെ മുറിയിലേക്ക് പോയി. മഹി അവർ വരുന്നുണ്ടെന്ന് പറയാൻ മനുവിന് ഫോണും ചെയ്തു. ജെനി, എണീറ്റേ. വാസു അവളെ ചെന്ന് വിളിച്ചു. കുറച്ചുകൂടെ കഴിയട്ടെ അമ്മ. അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി. എണീക്ക് പെണേ, ജാനുയുടെ അടുത്ത് പോകണം, അവരുടെ വീട്ടിലേക്ക്. വാസു പറഞ്ഞത് കേട്ടപ്പോ ജെനി കണ്ണു തിരുമ്മി എണീറ്റിരുന്നു. അവൾ ഇന്നലെ പോയതല്ലേ ഉള്ളൂ. ഉറക്കം തൂങ്ങി ജെനി പറഞ്ഞു. നീ ഭാരിച്ച കാര്യങ്ങളൊന്നും ചോദിക്കണ്ട, പെട്ടെന്ന് ഫ്രഷായി റെഡിയായി വന്നേ. എന്ത് കഷ്ടായത്. ഉറക്കം പോയതിന്റെ സങ്കടത്തിൽ അവൾ വസുവിനെ നോക്കി. കളിക്കാതെ പോ പെണ്ണേ. ഞാനൊന്നുമില്ല, അമ്മയും അച്ഛൻ പോയാൽ മതി. അവൾ വീണ്ടും കട്ടിലേക്ക് വീണു. ഞങ്ങൾ പോകുന്നുണ്ടെ കൂടെ നീയും കാണും. അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് വസു കലിപ്പിട്ടു. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. വസുവിനെ നോക്കി ചവിട്ടിത്തുള്ളി അവൾ ഫ്രഷ് ആവാൻ കയറി. ഈ പെണ്ണ്, ഈശ്വരാ, അച്ചുവിനെ കാത്തോണേ. മുകളിലേക്ക് കൈ ഉയർത്തി ചിരിയോടെ പറഞ്ഞു അവൻ താഴേക്ക് പോയി. ജെനി ഫ്രഷായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആംഗിൾ ലെങ്ത് സ്ട്രിപ്പ്ഡ് പാന്റും വൈറ്റ് ഫുൾ സ്ലീവ് ടീഷർട്ടും ഇട്ട് റെഡിയായി. മുടിയെല്ലാം പതിവ് പോലെ പോണിട്ടേ കെട്ടി. നെറ്റിയിൽ ഒരു കറുത്ത ചെറിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടു. ലൈറ്റായി കണ്ണെഴുതി അവളുടെ വൈറ്റ് ഷൂ എടുത്തിട്ടു. ഫോണും കയ്യിലെടുത്ത് അവൾ താഴേക്ക് ഇറങ്ങി. പോവാം. ഒരുങ്ങി ഇറങ്ങി അവരെ കണ്ട് മഹി ചോദിച്ചു. മഹിയുടെ പിറകെ വാസു ഇറങ്ങി. ജെനി വരുന്നില്ലേ? വാതിൽ പൂട്ടണം. വാസു പുറത്തുനിന്നും അവളെ വിളിച്ചു. അമ്മയെ വീണ്ടും കലിപ്പ് കയറ്റാതിരിക്കാൻ അവൾ ഇറങ്ങി. വാതിൽ പൂട്ടി അവരെല്ലാം മനുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഫ്രഷ് ആയതാണെങ്കിലും ജെനിയുടെ കണ്ണിൽ നിന്നും ഉറക്കം വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൈ കരുതിയ ബക്കറ്റ് ഹാറ്റ് എടുത്ത് തലയിൽ വെച്ച് കാറിന്റെ പുറകിലെ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു കിടന്നു. ഈ പെണ്ണ് വീണ്ടും ഉറങ്ങിയോ? ജെനിയുടെ അനക്കൊന്നും കാണാത്തത് കൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി വസു മഹിയോട് ചോദിച്ചു. ഉറങ്ങിക്കോട്ടെ, അവൾക്ക് ഈ സമയമൊന്നും അറിയില്ലല്ലോ. അവളുടെ നേരം ആവുന്നല്ലേ ഉള്ളൂ. അവിടെ എത്തിയിട്ട് വിളിക്കാം. മഹി പറഞ്ഞപ്പോ വസു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു. ജെനി, എന്ത് ഉറക്കമാണ് മോളെ, എണീറ്റേ. നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. വസു അവളെ തട്ടി വിളിച്ചു. അമ്മ. അവളൊന്ന് ചിണുങ്ങി. നല്ല അടി വെച്ച് തരും ഞാൻ. അമ്മയുടെ ശബ്ദം ഉയർന്നപ്പോ അവൾ എണീറ്റു. വെറുതെ എന്തിനാ ഒരടി കൊള്ളുന്നേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വസുവും മഹിയും അവർ വാങ്ങിയ സാധനങ്ങൾ എടുത്തു. ഇവരിവിടെ പട്ടിണിയാണോ? അവരുടെ കയ്യിലെ കവർ കണ്ട് ജെനി ചോദിച്ചു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങളുടെ കയ്യിലെ സാധനങ്ങൾ കണ്ടിട്ട് ചോദിച്ചതാണ്. ഇതൊക്കെ എന്തിനാണെന്ന് നിനക്ക് വഴിയെ മനസ്സിലാവും. ഇപ്പൊ വരാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കങ്ങളിൽ സസ്പെൻസ് തൊട്ട് നടക്കുവാണ്. ജെനിയുടെ പിറുപിറുക്കൽ കേട്ട് മഹിയും വസുവും ചിരിച്ചു. അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ചുവിന്റെ കൂട്ടുകാരും മിഥുവിന്റെ വീട്ടുകാരും എല്ലാം. ജെനി എല്ലാവരും ഒന്ന് നോക്കി. ഇടയ്ക്കിടെ ഉറക്കം വന്ന് ശല്യപ്പെടുത്തതിനാൽ അവളെ തൊപ്പി അഴിച്ചിരുന്നില്ല.
അവളൊന്ന് മുഖം അമർത്തി തുടച്ചു. ഇതിപ്പോ നീ മുഖം മുഴുവൻ മറയ്ക്കുന്നതായിരുന്നു നല്ലത് ജെനിയേ. കണ്ണ് കാണുന്നുണ്ടോ നിനക്ക്? അവളുടെ തൊപ്പി കണ്ട് മനു അവളോട് ചോദിച്ചു. ജെനി ഒന്നും മിണ്ടാതെ സെറ്റിയിൽ ചെന്നിരുന്നു. 2 കൈകൊണ്ട് മുഖം മറച്ചു. ഇവൾക്ക് എന്താ പറ്റിയത് അച്ഛേ? മനു മഹിയോട് ചോദിച്ചു. അവളുടെ ഉറക്കം പോയിട്ടില്ലടാ, അതാണ്. ഈ സമയമൊന്നും അവൾ കാണാറില്ലല്ലോ. 12 മണിയല്ലേ അവളുടെ പുലർച്ചെ. മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ അവരെല്ലാം ചിരിച്ചു. കിടക്കണോ ജെനി മോളെ? ചന്ദ്ര അവളോട് ചോദിച്ചു. വേണ്ടെങ്കിൽ ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം ചേച്ചി, എനിക്ക്. ജെനി ജാനിയെ നോക്കി. സ്റ്റെപ്പ് കയറിയ ആദ്യത്തെ മുറിയാണ് ഞങ്ങളുടെ, അപ്പുറത്തെ മുറി അച്ചുവിന്റെ ആണ്, അങ്ങോട്ട് പോവരുത്. ജാനി അവളെ കളിയാക്കി. ഇതിന് മറുപടി തരാനുള്ള ഒരു മൂടല്ല ഇപ്പോ. ഞാനൊന്ന് ഫോമിൽ എത്തിക്കോട്ടെ. നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനുള്ളത് ഞാൻ തരാട്ടോ. തൊപ്പി ഊരിയെടുത്ത് അവരെ നോക്കി പൂച്ചിച്ച് ജെനി മുകളിലേക്ക് കയറി. ജെനി ഡോർ തുറന്ന് ജാനിയുടെയും മനുവിന്റെ റൂമിൽ കയറിയതും അച്ചു അവന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് 2 പേരും പരസ്പരം കണ്ടില്ല.